ബീഹാറിൽ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ക്രമക്കേട് ആരോപണവുമായി ആർജെഡി. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളിലെ സിസിടിവി ക്യാമറകൾ ഓഫാക്കിയെന്നതാണ് ആരോപണം. ഭഗൽപൂർ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ക്യാമറകൾ പ്രവർത്തനരഹിതമായതിന്റെ ദൃശ്യങ്ങളും ആർജെഡി പുറത്തുവിട്ടിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. അതിനിടയ്ക്ക് തന്നെ ആർജെഡിയുടെ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തുവരികയാണ്. ദൃശ്യങ്ങളിൽ എന്താണ് വ്യക്തമാകുന്നത്? ഇതിനോട് എങ്ങനെയാണ് ബിജെപിയും ജെഡിയും പ്രതികരിക്കുന്നത്? ആദ്യം പരാജയം മൂലമുള്ള പരിഭ്രാന്തി എന്നാണ് ബിജെപി പറയുന്നത്. പക്ഷേ ആർജെഡി പറയുന്നതിലും കാര്യമുണ്ട്. സിസിടിവി ദൃശ്യങ്ങൾ കട്ട് ചെയ്യപ്പെടുന്നു എന്നാണ്. സിസിടിവി ക്യാമറകൾ ഓഫാക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്നാണ് ആർജെഡി ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബിജെപിയുടെ നേതൃത്വത്തിൽ നീക്കമുണ്ട്. ഇതിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുണ്ട് എന്ന ആരോപണം തേജസ്വി യാദവ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. അമിത്ഷായുടെ നേതൃത്വത്തിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഗുജറാത്തിൽ നിന്നുള്ള നേതാക്കളും മറ്റു ബിജെപി നേതാക്കളുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ആർജെഡിയുടെ ആരോപണം. ഇപ്പോഴുള്ള ആരോപണമാകട്ടെ ഒരു കൌണ്ടിംഗ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന ഇവിഎമ്മുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിലേക്കുള്ള സിസിടിവി 2 സിസിടിവികൾ ക്യാമറകൾ ഓഫായതിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഓഫാക്കിയത്? എന്തുകൊണ്ടാണ് ഇത് ഏതെങ്കിലും രൂപത്തിൽ തകരാറാണെങ്കിൽ ശരിയാക്കാൻ വൈകുന്നത് എന്ന ചോദ്യവും ആർജെഡി ഉയർത്തുന്നുണ്ട്. ഏതായാലും പലതരത്തിലുള്ള ക്രമക്കേടാരോപണങ്ങൾ ബിജെപിക്കെതിരെ ആർജെഡി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 122 എന്ന മാന്ത്രിക സംഖ്യയിൽ 243 അംഗ നിയമസഭയിൽ ബീഹാറിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ വിജയപ്രതീക്ഷയിലാണ്. കൃത്യമായ വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമല്ലെങ്കിലും ആർജെഡിയും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.